ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസികൾ നടത്തണമെന്ന് മുൻ കേന്ദ്രമന്ത്രി ബി മുരളീധരൻ. നിലവിൽ ഇ.ഡി. അന്വേഷണമുണ്ട്. ഇതിന് പുറമെ CBIയും അന്വേഷണം നടത്തണം. കേരളത്തിലെ ഏതെങ്കിലും ഏജൻസികൾ അന്വേഷിച്ചാൽ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട സത്യം പൂർണ്ണമായും പുറത്തുവരില്ല. SITയുടെ അന്വേഷണം വേണ്ട രീതിയിൽ ഫലപ്രദമാകുന്നില്ലെന്ന് ഹൈക്കോടതി തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. നിലവിൽ SITയുടെ അന്വേഷണം മുന്നോട്ടു പോകാത്ത സ്ഥിതിയാണുള്ളത്. ദേവസ്വം മന്ത്രിക്ക് ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 3 മാസത്തിലൊരിക്കൽ ദേവസ്വം ബോർഡ് ആ ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടുള്ള റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിൽ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രിക്ക് നൽകണമെന്നുള്ളത് ദേവസ്വം ചട്ടത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഇരിക്കെ മന്ത്രിക്ക് ഇതൊന്നും അറിഞ്ഞില്ല എന്നുള്ള നിലപാടെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. മാത്രമല്ല, ഇതൊരു കേവലം സ്വർണം പൂശാൻ വേണ്ടി നടത്തിയ ശ്രമമല്ല, ഒരു വലിയ കൊള്ളയാണ് ഇതിന് നടന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഇന്നലെ നടന്നിട്ടുള്ള 2 അറസ്റ്റുകൾ. ഇതിൽ ഗോവർദ്ധൻ എന്ന് പറയുന്ന ഒരാളും അതേപോലെ മറ്റൊരു ഈ തരത്തിലുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ സാധൂകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഈ കാര്യത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണം തീർച്ചയായിട്ടും ഇതിൻ്റെ മണി ലോണ്ടറിങ് എന്ന് പറയുന്ന ഭാഗങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരുത്താൻ സഹായിക്കും. പക്ഷേ കുറ്റവാളികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം കൂടിയേ തീരും.